മോക്ക് ഐസ്ക്രീം വേണോ? വാ. ഇതിൽ മോക്ക് ഏതാ വേണ്ടത്? എനിക്ക് ഇത് മതി അങ്ങളെ. വാങ്ങിച്ചോ മോളെ. ഹേയ് ബ്രോ. ആ അളിയ, നീയായിരുന്നു? പട്ടാളക്കാരാ, നീ എന്നാ വന്നടാ? ഞാൻ ഇന്നലെ എത്തിയുള്ളൂ അളിയ. മച്ചാനെ, നീ അങ്ങ് ഫ്രീക്ക് ആയല്ലോടാ. മുമ്പ് അന്നൊന്നും ഫ്രീക്കല്ലേ മച്ചാനെ. അടിച്ച് നമുക്കൊന്ന് പാമ്പാവണ്ടേ? ഞാൻ ഇന്ന് ഇച്ചിരി ബിസി അളിയ. നാളെ വൈകിട്ട് നമുക്ക് പാമ്പ തവളയൊക്കെ ആവാം. അപ്പോൾ ശരിയളിയാ, ഞാൻ പോയി വല്ല മദാമാസിനെ വിളക്കട്ടെ. ഓക്കെ അളിയ. ചിന്നു, ആ മോൾ എവിടെ നിൽക്കുകയായിരുന്നു? ഫ്ലാഗിന് എത്രയാ വില? എന്താടാ നിനക്ക് ഇത്ര ഗൗരവം? എന്താ നിന്റെ പേര്? ഈ ഫ്ലാഗ് എന്തിനാ അങ്കിളെ? ഇന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. എങ്ങനെ അങ്കിളെ സ്വാതന്ത്ര്യം കിട്ടിയത്? മോക്ക് ബാപ്പുജി അറിയാമോ? ഇല്ല, അതാരാ? എന്നാ മോക്ക് മനസ്സിലാകുന്ന രീതിയിൽ അങ്കിള് പറഞ്ഞുതരാം കേട്ടോ. എത്ര കണ്ടാലും അടുക്കാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, കടൽ. ഏതൊരു ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ കടലിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. അപ്പോൾ അങ്കിള് കഥ തുടങ്ങട്ടെ മോളെ. മോൾ എപ്പോഴേ റെഡി, അങ്കിള് പറഞ്ഞു. ഒരു ചേട്ടൻ മനസ്സ് തണുപ്പിക്കാനായി തിരമാലകൾ എണ്ണി തൻ്റെ ഇരിപ്പിടത്തിലിരിക്കുകയായിരുന്നു. വെള്ളാരം കണ്ണുകളുള്ള ഒരു സായിപ്പ് അപ്പോൾ അതുവഴി വന്നു. കടലിൻ്റെ ഭംഗി ആസ്വദിക്കുവാനും ഇരിക്കുവാനുള്ള സ്ഥലവും നോക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. അതിഥികളെ നല്ല രീതിയിൽ സൽക്കരിക്കുക എന്നാണല്ലോ നമ്മുടെ സംസ്കാരം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ചേട്ടൻ ഒരു പുഞ്ചിരിയോടെ തൻ്റെ ബാഗ് എടുത്ത് മാറ്റി സായിപ്പിന് സ്ഥലം നൽകി. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അതുമോൾ നേരിട്ട് കണ്ടോളൂ. Hey, come here Tony. I'm here man. Oh hi. Leave here Dom. Now this is our place. No.
അങ്ങനെ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ഒരുമിച്ച് നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്നു. ഇപ്പം മോക്ക് മനസ്സിലായോ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്? കുറച്ചൊക്കെ മനസ്സിലായി. ആ 3 പേരിൽ ആരാ അങ്കിളെ ബാബുജി? അതിലാരുമല്ല മോളെ ബാപ്പുജി. ആ 3 പേരെയും ഒരുമിച്ച് നിൽക്കാൻ പഠിപ്പിച്ച ആളാണ് നമ്മുടെ ബാപ്പുജി.